പരാജയപ്പെട്ട CPM-നകത്ത് വ്യത്യസ്തമായ ചർച്ചകൾ നടക്കുകയാണ്. തുറന്നു പറയാൻ അവസരം നൽകും, സഖാക്കൾക്കിനി എന്തും തുറന്നടിക്കാം, അടിച്ചു തുറക്കാം, വാരി അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സ്തുതി പാട്ടുകാരുടെ കാലം കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ചില സ്ഥാപിത താല്പര്യങ്ങളിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിന് വിഘാതമായത് എന്ന്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്താഗതി കൂടി ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സഖാവ് ആരിഫ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെതിരെ ആരിഫിനെയും റിയാസിനെയും ഒക്കെ പിൻപോയിൻ്റ് ചെയ്ത് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിട്ട് ഒരു സഖാക്കളും മിണ്ടുന്നതേയില്ല. പഴയ ഹാങ് ഓവറിൽ തന്നെയാണ്. ഈ ഹാങ് ഓവറിൻ്റെ കാലം കഴിയുന്നത് വരെ ഇതിന് വ്യതിരക്തമായ നിലപാടുള്ളൊരു പാർട്ടിയായി ഉയരാൻ കഴിയുന്നില്ലെന്ന് ചിന്തിച്ചുറക്കെ പറയാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചൊരു കാലത്ത് പറഞ്ഞുപോയ ഒരാളാണ് വിജയൻ മാഷ്. വിജയൻ മാഷിനെ വർഗവഞ്ചകനായും ഒറ്റുകാരനായും ചതിയനായും ബൂർഷ്വാസിയായും ഒക്കെ അന്ന് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില ചിന്തകൾ, നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് ഇപ്പോൾ ഒരു സുഹൃത്ത് എഴുതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇത് കൂടുതൽ ആളുകൾ അറിയേണ്ടതാണല്ലോ എന്ന് തോന്നി. എം.എൻ. വിജയൻ മാഷിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചില ഭംഗിയുള്ള ജീവിതങ്ങൾ, അർത്ഥപൂർണമായ ജീവിതങ്ങൾ, അവരിഷ്ടപ്പെടുന്ന ആ പ്രവൃത്തിയുടെ നടുവിൽ വെച്ച് യാത്രയാകും എന്ന് കേൾക്കാറുണ്ട്. ചില പാട്ടുകാർ പാടുന്ന വേദിയിൽ, ചില അഭിനേതാക്കൾ അഭിനയിക്കുന്ന വേദിയിൽ, ചില കളിക്കാർ ഗ്രൗണ്ടിൽ ഒക്കെ മരണപ്പെടുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ ഏതെങ്കിലും യുദ്ധത്തിൻ്റെ വേളയിൽ, യുദ്ധത്തിനിടയിൽ ഒക്കെ നമ്മളങ്ങനെ പറയാറുണ്ട്. വിജയൻ മാഷ് യാത്രയായത് നമ്മൾ കണ്ടതാണ്. ഒരു പത്രസമ്മേളനത്തിനിടയിൽ, ഒരു പ്രസംഗത്തിനിടയിൽ കുഴഞ്ഞു വന്ന് ആ വേദിയിൽ വെച്ച് വിടവാങ്ങിയ വിജയൻ മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപഭ്രംശങ്ങളെ സംബന്ധിച്ച് കുറിച്ച വരികൾ ഇങ്ങനെയാണ്: വിപ്ലവം വിദൂരസ്ഥമായ ഒരു സ്വപ്നമായിരിക്കുന്നു. ആകാശം അതിൻ്റെ നീലിമയിൽ സ്വാസ്ഥ്യം കണ്ടെത്തി കഴിഞ്ഞു. ചക്രവാളത്തിൽ ഇപ്പോൾ മേഘഗർജനങ്ങളില്ല. ഇക്കിളികളുടെ ആസക്തമായ ചിരികൾ വിപ്ലവത്തിൻ്റെ വിളറിയ മിന്നൽ തലപ്പുകളായി നിങ്ങൾക്ക് വേണമെങ്കിൽ ദർശിക്കാം. വിപ്ലവകാരികളുടെ രാഷ്ട്രീയ ഭൂമിക ചെരുപ്പക്കാരിടുന്ന കോട്ടൺ ബനിയനുകളുടെ ചെഗ്വേര പ്രിൻ്റുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പണം നിങ്ങളുടെ ബുദ്ധിയെയും ഹൃദയത്തെയും ഒരുപോലെ മെരുക്കുകയും നിങ്ങളുടെ തലയിലെ രാഷ്ട്രീയത്തെ തൂത്തുമാറ്റുകയും ചെയ്തു. വിപ്ലവം ക്രമപ്രവിദ്ധമായ സായാഹ്ന ഞായറാഴ്ച കോഫി ഹൗസ് വിപ്ലവമായി ജീർണിച്ചിരിക്കുന്നു. ഇതാണ് മാഷിൻ്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ച വരികൾ. ഇങ്ങനെയാണ്. പിന്നീട് മാഷ് പറഞ്ഞ മറ്റു ചില വരികൾ: ശത്രു എപ്പോഴും കറുത്തവനാണ്, തൊഴിലാളിയാണ്, മുസൽമാനാണ് എന്ന് പറയുക സ്വന്തം പാപങ്ങൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്ന സൂത്രമാണ്. ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയതാണ്. ഇനി ഫാഷിസം എന്താണെന്ന് അദ്ദേഹം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആഗോള മൂലധനത്തിൻ്റെ നുഴഞ്ഞുകയറ്റത്തെ തടയണം. ജനങ്ങളുടെ മുമ്പിൽ കയറി നിന്ന് സുഖകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ജനങ്ങളെ മുതലാളിത്തത്തിൻ്റെ കടലിൽ മുക്കിക്കൊല്ലുന്ന ഫാഷിസ്റ്റ് തന്ത്രങ്ങൾ നാം അറിയണം. തൊഴിലാളികൾ എന്തുകൊണ്ട് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പിറകെ പോയി എന്നൊരു പ്രത്യയശാസ്ത്രം ഉയർത്താറുണ്ട് ചിലപ്പോൾ മാഷ്. യൂറോപ്പിൽ ഫാഷിസം ഇടതു പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിൽ നിന്ന് ഉയർന്നതാണ് എന്ന നിഗമനമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അവസാന നിമിഷം വരെ ഈ പറഞ്ഞതുപോലെ ഈ ഫാഷിസത്തിനെതിരെയും പാർട്ടിക്ക് സംഭവിച്ച മൂല്യച്യുതികൾക്കെതിരെയും ഉറക്കെ വർത്തമാനം പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന സഖാക്കൾ, നല്ല സഖാക്കളൊക്കെ വായനക്കാരാണ്. ഒരുപാട് അവർ വിജയൻ മാഷിനെ വായിച്ചിട്ടുള്ളതാണ്. വിജയൻ മാഷിൻ്റെ വായന ചില സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരാവും എന്ന് തോന്നിയപ്പോഴാണ്, എന്നാൽ പിന്നെ ആ വരികൾ റദ്ദാക്കാൻ കഴിയില്ലെങ്കിലും വിജയൻ മാഷിനെ റദ്ദാക്കാം എന്ന് വിചാരിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ വിജയൻ മാഷിൻ്റെ ചില പുസ്തകങ്ങൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രമേൽ ഭംഗിയോടെയും പച്ചയായും വിപ്ലവത്തിൻ്റെ അപജയവും മൂലധന ശക്തികളുടെ കീഴടക്കലും ഫാഷിസം കടന്നു വരുന്ന വഴിയുമൊക്കെ പറഞ്ഞുപോയ, ലളിതസുന്ദരമായി പറഞ്ഞുപോയ, വായിക്കുമ്പോൾ അയ്യോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ സ്വാഭാവികതയുടെ എഴുത്തുകാർ തീരെ കുറവാണ്. എല്ലാവരും സ്തുതിപാഠകരാണ്, തിരുവാതിര എഴുത്തുകാരാണ്. സിനിമകൾ നിർമ്മിച്ച്, ചിത്രങ്ങൾ നിർമ്മിച്ച്, ചിത്രം വരച്ച് ഒക്കെ അധികാരമുള്ളവനെ സുഖിപ്പിച്ച് എന്തെങ്കിലും നേടുന്ന ആളുകളുടെ കാലത്താണ് എം.എൻ. വിജയൻ മാഷിനെ പോലുള്ളവർ തിളങ്ങി നിൽക്കുന്നത്.